നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ കൊണ്ടോട്ടിയിൽ സന ബസിന് തീപിടിച്ച സംഭവം. ദുരൂഹത ആരോപിച്ച ഉടമ അലനല്ലൂർ സ്വദേശി യൂനസ് അലി. ബസിനെതിരെ പ്രമുഖ രാഷ്ട്രീയ നേതാവ് സോഷ്യൽ മീഡിയയിൽ ഭീഷണി സന്ദേശം വിട്ടിരുന്നതായി ഉടമ. പോലീസ് അന്വേഷണം നടത്തണം. പൊതുയിടങ്ങളെ ശുചിത്വപൂർണ്ണമാക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്ന് മന്ത്രി എം പി രാജേഷ്. വൃത്തിഹീനമായ സാഹചര്യങ്ങളെ സൃഷ്ടിക്കുന്നത് സർക്കാർ നോക്കി നിൽക്കില്ലെന്നും മന്ത്രി. ഭാരതപ്പുഴ പുനരുജ്ജീവനവും സൗന്ദര്യവൽക്കരണവും യാഥാർത്ഥ്യമാകുന്നു. പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം തിങ്കളാഴ്ച ഷൊർണൂരിൽ മന്ത്രി റോഷി അഗസ്റ്റ് നിർവഹിക്കും. ആദ്യഘട്ട പ്രവർത്തനം 4.8 കോടി രൂപ ചെലവ്. താഴേക്കോട് പഞ്ചായത്തിലും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് കോൺഗ്രസ്. വിവിധ വാർഡുകളിലുള്ള സ്ഥിരം താമസക്കാരുടെ വോട്ട് മറ്റു വാർഡുകളിലേക്ക് മാറ്റാനുള്ള നീക്കം CPM നടത്തുന്നതായി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ഫൈസൽ പാലോത്ത്. വിശദമായ വാർത്തകൾ നോക്കാം. പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ കൊണ്ടോട്ടിയിൽ സന ബസിന് തീപിടിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് ഉടമയായ അലനല്ലൂർ സ്വദേശി യൂനസ് അലി. ഒരാഴ്ചയായി ബസിനെതിരെ മണ്ണാർക്കാട്ടെ പ്രമുഖ രാഷ്ട്രീയ നേതാവ് നിരന്തരം സോഷ്യൽ മീഡിയയിൽ ഭീഷണി സന്ദേശം വിട്ടിരുന്നതായി യൂനസ് അലി മാധ്യമങ്ങളോട് പറഞ്ഞു. പാലക്കാട് കോഴിക്കോട് റോഡിൽ കരിപ്പൂർ എയർപോർട്ടിന് സമീപം ഞായറാഴ്ച രാവിലെയാണ് സന ബസിന് തീപിടിച്ചത്. ഓടുന്നതിനിടെയാണ് ബസ്സിൽ തീ പടർന്നത്. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഉച്ചയോടെയാണ് തീപിടുത്തത്തിൽ ദുരൂഹത ആരോപിച്ച് ഉടമ രംഗത്തെത്തിയത്. പോലീസ് കൃത്യമായ അന്വേഷണം നടത്തണം. ഫോറൻസിക് പരിശോധന നടത്തണം. ഒരാഴ്ചയായി മണ്ണാർക്കാട്ടെ രാഷ്ട്രീയ നേതാവ് സന ബസിനെതിരെ നിരന്തരം പോസ്റ്റ് ഇറക്കുന്നുണ്ട്. തന്നോടുള്ള രാഷ്ട്രീയ വിരോധം കൊണ്ട് നൂറുകണക്കിന് യാത്രക്കാരുടെ ജീവൻ ബലിയാടാവരുത്. തീപിടുത്തത്തിൽ മാനുഷിക ഇടപെടൽ ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ഉടമ യൂനസ് അലി പറഞ്ഞു. എന്റെ ഈ പ്രസ്ഥാനത്തിന് നശിപ്പിക്കുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടുകൂടെ വണ്ടികൾ കത്തിക്കും അങ്ങനത്തെ രീതിയിലുള്ള മെസ്സേജുകളും ഫോൺ കോളുകളും നിരന്തരമായി ഈ ഒരു ആഴ്ചൻ്റെ മുകളിലായിട്ട് തന്നെ വേട്ടയാടാണ്. ശബ്ദം കമ്മിയാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് പിന്നെ മണ്ണാർക്കാട്ടിലെ ഒരു പ്രമുഖ പാർട്ടിയുടെ ഒരു നേതാവ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു മിനിഞ്ഞാന്ന്. സന ബസ്സിലെ യാത്ര ഒഴിവാക്കുക, അതൊരു ദുരന്തം സംഭവിക്കാൻ പോകുന്നുണ്ടെന്നുള്ള രീതിയിൽ ഒരു മുന്നറിയിപ്പ്. അദ്ദേഹം തന്നെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടിട്ടുണ്ട്, മുമ്പ് പ്രതീക്ഷ പോലെ നടന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഇത് എന്നോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണെന്നാണ് എനിക്ക് ഇത് തോന്നിയത്. ആയതുകൊണ്ട് ഇതിനെതിരെ ഒരു സമഗ്ര അന്വേഷണം വേണം. പ്രത്യേകിച്ച് യാത്രക്കാരെ കൊണ്ട് പോകുന്ന ബസ്സാണ്. നമ്മളെ ഒരു തമാശക്കളിയല്ല ഇത്. ഇത്രയും യാത്രക്കാരെ കൊണ്ട് പോകുന്ന ബസ്സുകൾ അപകടത്തിൽപ്പെടുമ്പോൾ ഈ ഉടമയോടുള്ള വ്യക്തിവൈരാഗ്യവും രാഷ്ട്രീയ വൈരാഗ്യവും തീർക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു പ്രസ്ഥാനം ഇല്ലായ്മ ചെയ്യാമെന്നാണ് എനിക്കിതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എന്നോട് വ്യക്തിവൈരാഗ്യവും രാഷ്ട്രീയ വൈരാഗ്യവും ഉള്ള ആളുകൾ അത് രാഷ്ട്രീയപരമായിട്ടോ അത് വേറെ എന്ത് രീതിയിൽ തീർത്തോട്ടെ, അന്ന് ഞാൻ തയ്യാറാണ്. പക്ഷേ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉപയോഗിച്ചിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ജനങ്ങൾക്ക് അപകടം വരുത്തുന്ന രീതിയിൽ ഒരു അപകടം ഇവിടെ നടക്കാൻ പാടില്ല. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ അതിന് വേണ്ട ടെസ്റ്റുകൾ നടത്തിയതിനു ശേഷം എനിക്കിത് കൈമാറാൻ പറ്റുള്ളൂ. പിന്നെ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ ടീമിന് വിളിച്ച് അത് ശരിയാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പൊതുയിടങ്ങളെ ശുചിത്വപൂർണ്ണമാക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സർക്കാരിൻ്റെതെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ്. മലിനജലത്തെ ഫലപ്രദമായി സംസ്കരിക്കാൻ തൃത്താല മണ്ഡലത്തിലൊരുക്കിയ സോക്ക് പിറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സമൂഹത്തിൽ മാലിന്യം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതിനാൽ വൃത്തിഹീന സാഹചര്യങ്ങളെ സൃഷ്ടിക്കുന്നത് നോക്കി നിൽക്കാൻ സർക്കാരിനാകില്ലെന്നും മന്ത്രി പറഞ്ഞു. സെപ്റ്റംബർ 1, 2, 3 തീയതികളിൽ വിപുലമായ സുസ്ഥിര തൃത്താലയുടെ ഓണം കാർഷിക വിപണന മേള സംഘടിപ്പിക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കിയ കാർഷികോൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വിപണന മേള വിപുലമായ പരിപാടിയാണ്. വിഷുവിന് നടത്തിയിട്ടുണ്ടായിരുന്നു, ഇപ്പൊ വീണ്ടും നടത്തുന്നു. വിഷുവിന് 150 ഏക്കറിലാണ് കൃഷി ചെയ്തത്, ഇപ്പൊ 162 ഏക്കറിൽ കൃഷി ചെയ്യാണ്. മൂന്നാമത്തെ കാര്യം ശുചിത്വമാണ്. നമ്മൾ ലേശം പിന്നിലുണ്ടെങ്കിൽ അത് ആ കാര്യത്തിലാണ്. ബാക്കിയുള്ള കാര്യത്തിലൊക്കെ നല്ല മാതൃകയാണ്, നല്ല അംഗീകാരമൊക്കെ കിട്ടി. ഇത് പക്ഷെ അത്രത്തോളം ആയിട്ടില്ല. ഉള്ളതുപോലെ പറയണല്ലോ, ശുചിത്വത്തിന്റെ കാര്യത്തിൽ അത്രമാത്രം ആയിട്ടില്ല. അതുകൊണ്ടാണ് ഒരു പ്രത്യേക ഇടപെടൽ നടത്തണം തീരുമാനിച്ചത്. ഹരിതകർമ്മസേനക്കാർ ഇവിടെ ഉണ്ട്. അവരെ പിന്നെ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. ഹരിതകർമ്മസേന ചെറിയ കാര്യമല്ല. 37,234 പേരുണ്ട് കേരളത്തിൽ ഹരിതകർമ്മസേനാംഗങ്ങൾ. കേരളത്തെ വൃത്തിയായി നിലനിർത്തുന്ന ശുചിത്വ സൈന്യമാണ് ഹരിതകർമ്മസേന എന്നത്. കച്ചവട സ്ഥാപനങ്ങളിലെ മാലിന്യങ്ങൾ വേസ്റ്റ് ബിന്നിൽ ശേഖരിച്ച് ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് കൈമാറുന്നത് ഉറപ്പാക്കും. ഇത് നിരീക്ഷിക്കുന്നതിന് പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു.
അജൈവ മാലിന്യ ശേഖരണത്തിന് ഒരുക്കിയ ബിന്നുകളിൽ മറ്റ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്ക് കടുത്ത പിഴ ഈടാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ തുടർച്ചയായി തൃത്താല മണ്ഡലത്തിലെ പൊതുസ്ഥലങ്ങളിൽ അജൈവ മാലിന്യ ശേഖരണത്തിനായി സ്ഥാപിക്കുന്ന ബിന്നുകളുടെ വിതരണോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലായി തെരഞ്ഞെടുത്ത 75 കേന്ദ്രങ്ങളിലാണ് ബിന്നുകൾ സ്ഥാപിക്കുന്നത്. സുസ്ഥിര തൃത്താലയുടെ ഭാഗമായാണ് ദ്രവമാലിന്യ സംസ്കരണത്തിനായി കമ്മ്യൂണിറ്റി സോക്ക് പിറ്റ് പദ്ധതി ഒരുക്കിയത്. തൃത്താല, ചാലിശ്ശേരി, നാഗല്ലശ്ശേരി പഞ്ചായത്തുകളിൽ കമ്മ്യൂണിറ്റി സോക്ക് പിറ്റ് സംവിധാനം പൂർത്തീകരിച്ചു. ഓരോ വീടുകളിൽ സ്ഥലപരിമിതി ഉള്ളതിനാൽ അവിടെ സോക്ക് പിറ്റ് നിർമ്മാണം വെല്ലുവിളിയായിരുന്നു. അതിനുള്ള പരിഹാരമാണ് കമ്മ്യൂണിറ്റി സോക്ക് പിറ്റ് നിർമ്മാണം. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന അധ്യക്ഷയായി. ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ G വരുൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PK ജയ, VV ബാലചന്ദ്രൻ, ഷറഫുദ്ദീൻ കളത്തിൽ, T സുഹറ, വിജേഷ് കുട്ടൻ, പാലക്കാട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ K ഗോപിനാഥൻ, നവകേരളം ജില്ലാ കോർഡിനേറ്റർ P സേതുലവി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷം ഭാരതപ്പുഴയുടെ പുനരുജ്ജീവനവും സൗന്ദര്യവൽക്കരണവും യാഥാർത്ഥ്യമാകുന്നു. പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. ഷൊർണൂരിൽ നിന്നാണ് പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. ഷൊർണൂർ നഗരസഭയിലെ 2024-2025 വർഷത്തെ സ്പെഷ്യൽ അസിസ്റ്റന്റ് ഫണ്ടിൽ നിന്നും ആദ്യഘട്ടത്തിൽ അനുവദിച്ച 4.8 കോടി രൂപ വിനിയോഗിച്ച് ഭാരതപ്പുഴയിലെ കൊച്ചിൻ പാലം മുതൽ റെയിൽവേ പാലം വരെയാണ് ഒന്നാംഘട്ട പുനരുജ്ജീവനവും സൗന്ദര്യവൽക്കരണവും നടത്തുന്നത്. കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തയ്യാറാക്കിയിട്ടുള്ള നിള റിവർ ഫ്രണ്ട് ഡെവലപ്മെന്റ് പ്രൊജക്ടിന്റെ നിർവഹണ ചുമതല മൈനർ ഇറിഗേഷനാണ്. ഭാരതപ്പുഴയുടെ സൈഡ് സംരക്ഷണത്തിനായി കരിങ്കൽ ഭിത്തിയും ഫൗണ്ടേഷനും മുകൾ ഭാഗത്ത് വിവിധ അളവുകളിലുള്ള ഗാബിയോൺ, അനുബന്ധ കോൺക്രീറ്റ് നിർമ്മിതികൾ എന്നിവ ഒരുക്കും. നിലവിൽ ഒഴിവുവേളകളിലും സായന്തനങ്ങളിലും ഭാരതപ്പുഴയുടെ ദൃശ്യഭംഗി ആസ്വദിക്കുന്നതിനായി നിരവധി പേർ എത്തുന്നുണ്ട്. ഇതുകണ്ട് ഭാരതപ്പുഴയോരത്തെ കൂടുതൽ വിനോദസഞ്ചാര സാധ്യത ലക്ഷ്യമിട്ടാണ് നഗരസഭ പദ്ധതി തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചത്. 20 കോടിയുടേതാണ് പദ്ധതി. ഇതിൽ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ തുടക്കമാവുന്നത്. നിലവിൽ കുട്ടികൾക്കായുള്ള ചെറിയ പാർക്ക്, ഓപ്പൺ ജിംനേഷ്യം എന്നിവയും പുഴയുടെ അക്കരെ വെള്ളത്തോൾ നഗർ പഞ്ചായത്തിൽ നിള ബോട്ട് ക്ലബ്ബും പെഡൽ ബോട്ട് സർവീസുമുണ്ട്. എന്നാൽ കൂടുതൽ പേരെ ആകർഷിക്കും വിധം സൗന്ദര്യവൽക്കരണം ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് നടപ്പാക്കുന്നത്. ഭാരതപ്പുഴയുടെ നവീകരണ പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ ജലത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കുന്നതിനും വെള്ളപ്പൊക്കം ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതിനും പുഴയുടെ വശങ്ങൾ സംരക്ഷിക്കുന്നതിനും സാധിക്കും. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. P മമ്മിക്കുട്ടി MLA അധ്യക്ഷനാകും. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിൽ വിവിധ വാർഡുകളിലുള്ള സ്ഥിരം താമസക്കാരുടെ വോട്ട് മറ്റു വാർഡുകളിലേക്ക് മാറ്റാനുള്ള നീക്കം CPM പ്രവർത്തകർ നടത്തുന്നതായുള്ള ആരോപണവുമായി മേലാറ്റൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ഫൈസൽ പാലോത്ത്. ഇത് സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് ഫൈസൽ പരാതി നൽകി. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിൽ വിവിധ വാർഡുകളിലുള്ള സ്ഥിരം താമസക്കാരുടെ വോട്ട് മറ്റു വാർഡുകളിലേക്ക് മനഃപൂർവ്വം മാറ്റാനുള്ള നീക്കം CPM പ്രവർത്തകർ നടത്തുന്നതായാണ് ഫൈസൽ പാലോത്ത് ആരോപിക്കുന്നത്. നേരിട്ട് അറിയാവുന്നവരെ പോലും മാറ്റാനുള്ള നീക്കം നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ക്രമനമ്പറിലുള്ള വോട്ടർമാരെ പരിശോധിച്ച് അതത് വാർഡിൽ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയതായി ഫൈസൽ പറഞ്ഞു. വാർഡുകളിലെ ആളുകളെ മറ്റു വാർഡുകളിലേക്ക് മാറ്റാനോ അതുപോലെ തന്നെ നമ്മളുടെ 2 ബൂത്തൊക്കെ ഉണ്ടെങ്കിൽ ബൂത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടോ ചേഞ്ച് ആക്കാനൊക്കെ ഉള്ള സമയമാണത്. അത് പാർട്ടികൾ മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ അപേക്ഷകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന അവസരമാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ഈ CPMൻ്റെ ഭാഗത്ത് നിന്ന് അവർ കൊടുത്തിട്ടുള്ള കുറേ വോട്ടർമാർ നമ്മളുടെ വാർഡിൽ നമ്മൾ വ്യക്തിപരമായിട്ട് അറിയുന്ന ആളുകളെ മറ്റു വാർഡുകളിലേക്ക് കൊടുക്കാൻ വേണ്ടി 19-ാം വാർഡ് താഴേക്കോട് പഞ്ചായത്തിലെ 19-ാം വാർഡാണ് ഉണ്ട്. അവിടുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള വാർഡുകളിലേക്ക് ഇവർ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മളെ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളെയും അതുപോലെ തന്നെ നമ്മളെ വ്യക്തിബന്ധമുള്ള ആളുകളുടെയൊക്കെ ലിസ്റ്റാണ് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ വോട്ടിന് അവർക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് മാറ്റുക. അതുപോലെ തന്നെ അവരിലെ ചില ആളുകൾ വ്യക്തികൾ അവരേതെങ്കിലുമൊക്കെ വാർഡ് തീരുമാനിച്ചിട്ടുണ്ടാവും, ആ വാർഡിലേക്ക് അവർക്ക് വേണ്ട വോട്ടുകൾ മാറ്റുക. അങ്ങനെയുള്ള ഒരു ക്രമക്കേട് ഇപ്പോൾ ദേശീയ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഭാഗം ഇവിടെ CPM നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിൽ വീണ്ടും അധികാരത്തിൽ കയറാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നും ഫൈസൽ ആരോപിച്ചു. വികസനങ്ങൾ ഒന്നും പറയാനില്ലാത്തത് കൊണ്ട്, ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ലാത്തത് കൊണ്ട് ഇത്തരം വോട്ടുകളിലൂടെ തട്ടിപ്പ് നടത്തി ഈ പഞ്ചായത്തിനെ അവർ നിലനിർത്താൻ കഴിയുമോ എന്നുള്ളൊരു സാധ്യത ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അട്ടപ്പാടിയിൽ വനം വകുപ്പ് വാഹനത്തിന് നേരെ കാട്ടാന ആക്രമണം. അട്ടപ്പാടി പുളിയപ്പതി ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. വനം വകുപ്പിന്റെ ജീപ്പ് കാട്ടാന ആക്രമത്തിൽ തകർത്തു. പുളിയപ്പതിയിൽ ഇറങ്ങിയ കാട്ടാനയെ കാട്ടിലേക്ക് തുരത്തിയതിന് പിന്നാലെയായിരുന്നു ആക്രമണം.
ഷോളയൂർ വനം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും RRT സംഘവും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. മണ്ണാർക്കാട് തച്ചമ്പാറ ചൂരിയോട് പരമേശ്വരി ഗുരുമുത്തപ്പൻ ക്ഷേത്രത്തിൽ ആക്രമണം നടത്തിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. തച്ചമ്പാറ ചൂരിയോട് വേളൂരാൻ ഹംസ, ചൂരിയോട് കഞ്ഞിച്ചാലിൽ സജീർ എന്നിവരാണ് അറസ്റ്റിലായത്. ക്ഷേത്രത്തിലെ ഫ്ലെക്സ് ബോർഡുകൾ, ചുറ്റുമതിലിലെ പ്രവേശനവാതിൽ എന്നിവ തകർത്തിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 1 മണിയോടെയാണ് സംഭവം. ക്ഷേത്രത്തിന് സമീപം പൂജാരി താമസിക്കുന്ന വീട്ടിലേക്ക് കല്ലുകൾ എറിയുകയും ക്ഷേത്രത്തിന് മുന്നിൽ സ്ഥാപിച്ച കവാടത്തിലെ ഫ്ലെക്സുകൾ, ക്ഷേത്രക്കിണറിലെ മോട്ടോറിന്റെ പാനൽ ബോർഡ് എന്നിവയെല്ലാം ആയുധം ഉപയോഗിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. പൂജാരി ബിനേഷ് കുമാറും അദ്ദേഹത്തിന്റെ പ്രായമായ അച്ഛനും അമ്മയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ശബ്ദം കേട്ട് ഭയന്ന് പുറത്തിറങ്ങാതെ വീടിനകത്തിരുന്നവരെ അസഭ്യം പറയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നുവെന്നാണ് ബിനേഷ് കുമാർ പറയുന്നത്. ഇന്നലെ രാത്രി 1 മണിക്ക് 2 ആൾക്കാർ വന്ന് വീടിന് കല്ലെറിയും ക്ഷേത്രത്തിൽ കയറി ആക്രമിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിൻ്റെ ഡോറ് പൊളിച്ചു, ബോർഡ് തകർത്തു. വികലാംഗ നൊണ്ടിക്കാല എൻ്റെ കാല് വെട്ടി അരിയും നാളേക്ക് പറഞ്ഞു. നാളെ ഇതേ സമയത്ത് തന്നെ പെട്രോൾ ഒഴിച്ച് അമ്പലത്തിൻ്റെ മുമ്പിലിട്ട് കത്തിക്കുന്നു പറഞ്ഞു. എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, പേടിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങിയില്ല. അവരുടെ കയ്യിൽ വടി, കല്ല്, ആയുധങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റിയില്ല. ഞാനും അമ്മയും അച്ഛനും മാത്രം. ഞാൻ ഹാൻഡിക്കേപ്ഡാണ്, ഒരു സന്യാസിയാണ്. 8 വർഷമായിട്ട് ഇവിടെ വെച്ച് ആരാധിക്കുന്നുണ്ട്. ഇതിൻ്റെ തന്ത്രി പുതുമല പ്രവീൺ തന്ത്രിയാണ്. രാവിലെ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് M. പ്രമോദിന്റെ നേതൃത്വത്തിൽ കല്ലടിക്കോട് പോലീസിൽ പരാതി നൽകി. മണ്ണാർക്കാട് ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം കല്ലടിക്കോട് CI GS സജിയുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് അഖില ഭാരത ഹിന്ദു മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് K. രാജേഷ് ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് S. രാധാകൃഷ്ണൻ, സെക്രട്ടറി PK രാമചന്ദ്രൻ, MK രാജേഷ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ബ്ലഡ് ക്യാൻസർ ബാധിതനായ വിദ്യാർത്ഥിക്കായി നാട് കൈകോർക്കുന്നു. മണ്ണാർക്കാട് ശിവൻകുന്നിലെ അശ്വിൻ കൃഷ്ണയുടെ ജീവൻ നിലനിർത്താനുള്ള നെട്ടോട്ടത്തിലാണ് ഒരു നാട് മുഴുവൻ. മണ്ണാർക്കാട് ശിവൻകുന്നിലെ ശിവകുമാറിന്റെ മകൻ 18 വയസ്സുള്ള അശ്വിൻ കൃഷ്ണയ്ക്ക് 1 വർഷം മുമ്പാണ് മാതാപിതാക്കളെ തീരാ ദുഃഖത്തിലാഴ്ത്തി ബ്ലഡ് ക്യാൻസർ സ്ഥിരീകരിച്ചത്. ഓടിച്ചാടി നടന്ന ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായ +2 വിദ്യാർത്ഥിയായ അശ്വിൻ തളർന്നു വീണു. 1 വർഷമായി മലബാർ ക്യാൻസർ സെന്ററിൽ ചികിത്സയിലാണ്. മജ്ജ മാറ്റിവെക്കൽ മാത്രമാണ് ഇതിന് പരിഹാരമായി ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. 50 ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. തീർത്തും സാധാരണക്കാരനായ അശ്വിൻ കൃഷ്ണയുടെ കുടുംബത്തിന് ഈ തുകയെക്കുറിച്ച് ഊഹിക്കാൻ പോലും കഴിയില്ല. അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തണം. പണമില്ലാത്തതിൻ്റെ പേരിൽ ശസ്ത്രക്രിയ നീണ്ടുപോവുകയാണ്. കുടുംബത്തിന്റെ ദയനീയാവസ്ഥ കണക്കിലെടുത്താണ് പണം കണ്ടെത്താൻ നാട്ടുകാർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. VK ശ്രീകണ്ഠൻ MP, N. ഷംസുദ്ദീൻ MLA, നഗരസഭാധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീത, ഡോക്ടർ KA കമ്മപ്പ, M. പുരുഷോത്തമം, ഉല്ലാസ് ഷാജി എന്നിവർ രക്ഷാധികാരികളായ അശ്വിൻ കൃഷ്ണ ചികിത്സാ ധനസഹായ നിധി പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. വലിയൊരു തുക സമാഹരിക്കേണ്ടതുള്ളതിനാൽ കൂടുതൽ പേരുടെ സഹായം ആവശ്യമാണെന്ന് ധനസഹായ നിധി ചെയർമാൻ TR സെബാസ്റ്റ്യൻ പറഞ്ഞു. മണ്ണാർക്കാട് നഗരസഭയിലെ ശിവകുന്ന് പ്രദേശത്ത് വളരെ പാവപ്പെട്ട കുടുംബമായ ശിവകുമാറിൻ്റെയും ശ്രീദേവിയുടെയും മകൻ അശ്വിൻ കൃഷ്ണ എന്ന കുട്ടി 18 വയസ്സാണ് ഇപ്പോൾ പ്രായം. ആ കുട്ടി പെട്ടെന്ന് അസുഖബാധിതനായി പരിശോധനകൾ നടത്തിയപ്പോൾ ബ്ലഡ് ക്യാൻസർ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് കഴിഞ്ഞ 1 വർഷക്കാലമായി ആ പാവപ്പെട്ട കുടുംബം വളരെ പ്രയാസങ്ങൾ സഹിച്ച് മലബാർ ക്യാൻസർ സെൻ്ററിൽ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് മറ്റ് ചികിത്സകളൊന്നുമില്ല, മജ്ജ മാറ്റിവെക്കൽ എന്ന അനിവാര്യമായ ചികിത്സ മാത്രമാണ് നിലവിലുള്ളതെന്ന് ഡോക്ടർമാർ പറഞ്ഞ സാഹചര്യത്തിൽ കുട്ടിയുടെ തുടർ ചികിത്സ തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെൻ്ററിൽ ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടിക്ക് തുടർന്ന് ചികിത്സിക്കാനുള്ള സാമ്പത്തിക ശേഷി
ഒരു തരത്തിലും സമാഹരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ബഹുമാന്യനായ പാലക്കാട്ടിൻ്റെ MP VK ശ്രീകണ്ഠൻ്റെയും അതുപോലെ തന്നെ MLA അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ്റെയും അതുപോലെ നഗരസഭാ ചെയർമാൻ C മുഹമ്മദ് ബഷീർ, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B പ്രീത, ആദരണീയനായ കമ്മപ്പ ഡോക്ടർ, അതുപോലെ തന്നെ M പുരുഷോത്തമൻ, ഉല്ലാസ് ഷാജി തുടങ്ങിയ നിരവധി ആളുകൾ രക്ഷാധികാരികളായി ചേർന്നുകൊണ്ട് ശിവകുന്ന് കേന്ദ്രീകരിച്ച് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റി ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ 50 ലക്ഷം രൂപ സമാഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നാട്ടിലെമ്പാടും ജനങ്ങളുടെ നല്ല മനസ്സുകളുടെ സഹായം തേടി ഇതിനകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ മുതൽ ഉദ്യോഗസ്ഥർ വരെയുള്ളവരുടെ സഹായം ആവശ്യമാണ്. വിവിധ സംഘടനകൾ, മതസ്ഥാപനങ്ങൾ തുടങ്ങിയവരും സഹകരിക്കുന്നുണ്ട്. പക്ഷേ 50 ലക്ഷം എന്ന തുകയിലേക്ക് എത്താൻ കൂടുതൽ സഹായം ആവശ്യമാണെന്ന് കൺവീനർ കൃഷ്ണകുമാർ പറഞ്ഞു. ഏകദേശം 50 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഈ ഭാരിച്ച തുക കണ്ടെത്തുന്നത് ഈ സാധാരണ കുടുംബത്തിന് അനിവാര്യമായ ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ നാട്ടുകാർ മനസ്സിലാക്കിയത്. അതിൻ്റെ ഫലമായി തന്നെ കുറച്ച് സന്നദ്ധരായ യുവാക്കളുടെയും നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും സഹകരണത്തോടുകൂടി ഒരു ചികിത്സാ ധനസഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. മണ്ണാർക്കാട് ബൈപ്പാസ് റോഡിൽ അശോക ഇൻഡസ്ട്രീസിന് സമീപമുള്ള ഓഫീസിലാണ് ഞങ്ങളുടെ പ്രവർത്തനം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കഴിയുന്നത്ര എല്ലാവരിലും, അതായത് വിദ്യാർത്ഥികൾ മുതൽ ഉദ്യോഗസ്ഥർ വരെ ഉള്ള തലങ്ങളിൽ ഈ ചികിത്സയുടെ ഭാഗമായിട്ടുള്ള അഭ്യർത്ഥന എത്തിക്കുവാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. പല ഭാഗത്തു നിന്നും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ വിദ്യാലയങ്ങൾ, അതുപോലെ തന്നെ മതസ്ഥാപനങ്ങൾ, അതുപോലെ മറ്റ് പ്രമുഖരായ വ്യക്തികൾ, സാധാരണക്കാരായ ജനങ്ങൾ വരെ അവനവനാൽ കഴിയുന്ന ഏറ്റവും നല്ലൊരു തുക സംഭാവന ചെയ്തുകൊണ്ട് ഈ സഹായ സമിതിയെ സഹായിച്ചു വരുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് ആകുന്നില്ല. അതുകൊണ്ട് ഞങ്ങളൊരു അഭ്യർത്ഥന എന്തെന്ന് വെച്ചാൽ, ഈ ഞങ്ങളെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അവനവനാൽ കഴിയുന്ന ഒരു തുക ഈ സഹായ സമിതിയിലേക്ക് നൽകി ഈ കുടുംബത്തെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നിവിടങ്ങളിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ വടക്കുമണ്ണം തിയേറ്ററിനോ എതിർവശം ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട്. 9961054193 ആണ് ഗൂഗിൾ പേ നമ്പർ. അശ്വിൻ കൃഷ്ണയുടെ പിതാവിൻ്റെ ഫോൺ നമ്പർ 7907971839. തൻ്റെ മകൻ്റെ രക്ഷയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. സാഹിത്യരചനകൾ കാലാതിവർത്തിയാണെന്ന് സാഹിത്യകാരൻ ശ്രീകൃഷ്ണവരൻ കൃഷ്ണൻകുട്ടി. മലബാർ സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ ചെർപ്പശ്ശേരിയിൽ നടന്ന പുസ്തക പ്രകാശനവും കവിയരങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാഹിത്യകാരി VM പ്രീതയുടെ പുഴ പോലല്ല കടൽ കവിതാ സമാഹാരം ബിജുമോൻ പന്തീരകുലത്തിന് നൽകി ശ്രീകൃഷ്ണവരൻ കൃഷ്ണൻകുട്ടി പ്രകാശനം ചെയ്തു. കവിതയുടെ കാലമാണെന്ന് പറയും. കഥ എഴുത്തുകാർ കുറച്ച് പേര് അവരൊക്കെ ഒതുങ്ങിയിരിക്കുകയാണ്. പക്ഷെ കവിത ധാരാളമായിട്ട് എഴുതപ്പെടുന്ന ഒരു കാലമാണ് ഇത്. ഒരു പക്ഷേ ഇന്ത്യക്ക് കുട്ടികൾക്ക് കവിത എഴുതാൻ ഭയങ്കര വലിയ പേടിയായിരുന്നു. അത് വൃത്തത്തിലാവോ, നീളത്തിലാവോ, ചതുരത്തിലാവോ, അരക്കാലത്തിൽ വരുമോ എന്നൊക്കെ സംശയം. മലയാള മാസമായിട്ട് പോലും എനിക്ക് അതൊക്കെ സംശയങ്ങൾ കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ആ മേഖലയിൽ അവർ എഴുതിയില്ലെന്ന് പറയില്ല, പക്ഷെ വളരെ കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എൻ്റെ മേഖല അറിയണം. വിവിധ മേഖലകളിൽ പ്രസിദ്ധിയാർജിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു. മലബാർ സൗഹൃദവേദി പ്രസിഡന്റ് TP ഹരിദാസൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മോഴിക്കുന്നം ദാമോദരൻ നമ്പൂതിരി, സാഹിത്യകാരനും ഗ്രന്ഥശാല പ്രവർത്തകനുമായ VA രാജൻ ഏഴക്കാട്, K ബാലകൃഷ്ണൻ, വാദ്യകലാകാരൻ പനമണ്ണ ശശി, സംഗീത കുളത്തൂർ, V സത്യനാരായണൻ, രാജൻ മുളയങ്കാവ്, K ബാലഗംഗാധരൻ, P ശ്രീകുമാർ, ഡോക്ടർ മൊയ്തീൻ കുട്ടി മാട്ടര, റഹീം ചെർപ്പശ്ശേരി, ഗോപൻ ഏഴക്കാട്, ദിനേശൻ എഴുവന്തല, K സോമസുന്ദരൻ, വിനോദ് സേതുമാധവൻ, വിജയൻ കടാങ്കോട്, കവയത്രി VM പ്രീത, CK ശിവരാമൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന കവിയരങ്ങിൽ MD ദാസ്, സംഗീത കുളത്തൂർ, സൗമനി സത്യൻ, അജിത് ഏഴക്കാട്, ശ്രീജ രാജേഷ്, ജിഷ വേണുഗോപാൽ, പ്രഭാവതി കാർലമണ്ണ, സരള മധുസൂദനൻ, മണികണ്ഠൻ പട്ടിശ്ശേരി എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു.
കാട്ടുകുളം പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നടന്നു. ക്ഷേത്രം തന്ത്രി ഇക്കാട്ടുമനയ്ക്കൽ നാരായണ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. രാവിലെ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. ശേഷം ലക്ഷാർച്ചന നടന്നു. 10 മണിയോടെ ആനയൂട്ടിന് തുടക്കമായി. ശ്രീകൃഷ്ണപുരം വിജയ് എന്ന ഗജവീരൻ പ്രത്യക്ഷ ഗണപതിയായി. മംഗലാംകുന്ന് ഉമാമഹേശ്വരൻ, ചെറുകോൽ മഹാലക്ഷ്മി ശിവൻ, ചെറുകോൽ മഹാലക്ഷ്മി പാർവതി, ഉമാമഹേശ്വര മഠം ഉമാദേവി, പടിഞ്ഞാറേ മഠം ശിവശങ്കരൻ എന്നീ ഗജവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുത്തു. പേടിക്കണ പേടിച്ചൊന്നും വരില്ല. കൊടുക്കും പൊക്കാനെ അച്ഛൻ പോകുന്നില്ലടാ. ക്ഷേത്രം തന്ത്രി ഈക്കാട്ടുമനയ്ക്കൽ നാരായണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കല്ലൂർ ഉണ്ണികൃഷ്ണമാരാരുടെ പ്രമാണത്തിൽ 50ഓളം കലാകാരന്മാർ അണിനിരന്ന മേളവും അരങ്ങേറി. വൻ ഭക്തജന തിരക്കാണ് വിശേഷാൽ ദിനത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. വെട്ടത്തൂർ പഞ്ചായത്തിലെ പാതയോരങ്ങൾ ശുചീകരിക്കുന്ന തൊഴിലാളികളെ വെട്ടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ ആദരിച്ചു. വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ നാലകത്ത് ഉസ്മാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് നടന്നുവരുന്ന പാതയോരങ്ങളിലെ കാട് വെട്ടി മാലിന്യങ്ങൾ നീക്കി അപകടങ്ങൾ ഒഴിവാക്കുന്നതിൽ അക്ഷീണം പ്രയത്നിക്കുന്ന വേലായുധൻ, ബാബു, അറുമുഖൻ, സുന്ദരൻ എന്നിവരെയാണ് വിദ്യാർത്ഥികൾ ആദരിച്ചത്. സ്കൂളിൽ നടന്ന ചടങ്ങ് വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ നാലകത്ത് ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ പി ജുമൈലത്ത് അധ്യക്ഷയായി. NSS പ്രോഗ്രാം ഓഫീസർ ഒ മുഹമ്മദ് അൻവർ, NSS ലീഡർമാരായ മുഹമ്മദ് അസ്ലം KP, ലിഖിത സുരേഷ്, K അജ്ന, മുഹമ്മദ് ഫർഹാൻ, സാഹിൽ, KK ഷാസിയ, K അബിൻഷാദ്, CK വീണ എന്നിവർ നേതൃത്വം നൽകി. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ കർക്കിടക ഫെസ്റ്റിന്റെ ഭാഗമായി വിപണനമേളയും കർക്കിടക കഞ്ഞി വിതരണവും നടന്നു. തുടർന്ന് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും ഉണ്ടായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ യൂട്ടിലിറ്റി സെന്ററിൽ നടന്ന പരിപാടിയിൽ CDS ചെയർപേഴ്സൺ സൗമ്യ അധ്യക്ഷത വഹിച്ചു. CDS വൈസ് ചെയർപേഴ്സൺ സുനില, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സുകുമാരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C ഹരിദാസ്, വിദ്യ, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായ ലിനി, രാജശ്രീ, പ്രിയ, MK പ്രദീപ്, ആയുർവേദ ഡോക്ടർ അനിജ, ഹോമിയോ ഡോക്ടർ സന്തോഷ്, കുടുംബശ്രീ കമ്മ്യൂണിറ്റി കൗൺസിലർ ആര്യ, പകൽ പരിപാലന കേന്ദ്രത്തിലെ അമ്മമാർ, CDS അംഗങ്ങൾ, അയൽക്കൂട്ടാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനം കടമ്പഴിപ്പുറത്ത് നടന്നു. CITU ജില്ലാ പ്രസിഡന്റ് PN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ദിവ്യ രക്തസാക്ഷി പ്രമേയവും കൃഷ്ണപ്രസാദ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. 100 കോടി നിക്ഷേപമുള്ള ബാങ്കുകളിൽ റിസർവ് ബാങ്കിന്റെ പ്രതിനിധി വേണമെന്നല്ലേ അങ്ങനെയല്ലേ സജീവ? അതെന്തിനാണ്? സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് നിങ്ങളുടെ ഓഡിറ്റ് സംവിധാനമുണ്ട്. യൂണിറ്റ് ഇൻസ്പെക്ടർമാർ കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ഈ മേഖല നിങ്ങളുടെ രജിസ്ട്രാറും അതുപോലെ തന്നെ ജോയിന്റ് രജിസ്ട്രാറും ഉൾപ്പെടെയുള്ള ആളുകൾ അതാത് ജില്ലയിലെ സംഘങ്ങളുടെ കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല ഇടപെടലും പരിശോധനയാണ്. യൂണിയൻ ഏരിയ സെക്രട്ടറി C രമേശ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സജീവ് കുമാർ വരവ് ചിലവ് കണക്കും, ഗോപാലകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. CPIM ഏരിയ സെക്രട്ടറി K ജയദേവൻ, ഏരിയ സെന്റർ അംഗം K രാമചന്ദ്രൻ, സ്വാഗത സംഘം ചെയർമാൻ C കൃഷ്ണൻകുട്ടി, P സുബ്രഹ്മണ്യൻ, കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശാസ്തകുമാർ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി ബിജു ജോസ്, സെക്രട്ടറിയായി C രമേശ്, ട്രഷററായി സജീവ് കുമാർ എന്നിവരെയും തിരഞ്ഞെടുത്തു. സുബ്രത മുഖർജി കപ്പ് ഫുട്ബോൾ സംസ്ഥാനതല അണ്ടർ-15 ആൺകുട്ടികളുടെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ തുടങ്ങി. പാലക്കാട് ജില്ലയിലെ 7 മൈതാനങ്ങളിൽ 16 വരെയാണ് മത്സരങ്ങൾ. 390 വിദ്യാലയങ്ങളിൽ നിന്നുള്ള ടീമുകളാണ് പങ്കെടുക്കുന്നത്. ടീമുകളെ 16 പൂളുകളായി തിരിച്ചാണ് മത്സരം.
ശ്രീകൃഷ്ണപുരം ഹൈസ്കൂൾ, PTBHSS അടയ്ക്കാപ്പത്തൂർ, എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം, VHSS ചെർപ്പളശ്ശേരി, MES കല്ലടി കോളേജ്, കരിമ്പുഴ ഹൈസ്കൂൾ, അൽറിയ ഫുട്ബോൾ സ്റ്റേഡിയം, പുലാപ്പറ്റ എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. പൂൾ മത്സര വിജയികളുടെ പ്രീ ക്വാർട്ടർ മുതലുള്ള മത്സരങ്ങൾ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് 15 മുതൽ 16 വരെ നടക്കും. ജില്ലാതല മത്സരങ്ങൾ നടക്കാത്തതിനാലാണ് ടീമുകളുടെ എണ്ണം ഇത്തവണ കൂടുതലായത്. ജൂനിയർ പെൺകുട്ടികളുടെ മത്സരം കഴിഞ്ഞയാഴ്ച ശ്രീകൃഷ്ണപുരത്ത് നടന്നിരുന്നു. ഒരു ചെറിയ ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ദളിത് സമുദായ മുന്നണി പട്ടാമ്പി താലൂക്ക് കൺവെൻഷൻ നടന്നു. EYM സംസ്ഥാന സെക്രട്ടറി K. സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പട്ടികജാതിക്കാർക്ക് സമുദായ സംഘടനയില്ല, ജാതി സംഘടനകളാണ് ഉള്ളത് എന്ന് K. സന്തോഷ് കുമാർ പറഞ്ഞു. ബാലകൃഷ്ണൻ വിളയൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ KM കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. EK കമലം, രാമചന്ദ്രൻ ആനക്കര, സുനിൽകുമാർ കോക്കാട്, വേലായുധൻ പട്ടാമ്പി, കലാകാരനായ ശങ്കരനാരായണൻ ഓങ്ങലൂർ, ഹരിപ്രസാദ്, വേലായുധൻ ഒതളൂർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. താലൂക്ക് ഭാരവാഹികളായി MP സുനിൽ പ്രസിഡന്റ്, വേലായുധൻ പട്ടാമ്പി ജോയിന്റ് പ്രസിഡന്റ്, KP ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി, ബാലകൃഷ്ണൻ വിളയൂർ ഖജാൻജി എന്നിവരെ തെരഞ്ഞെടുത്തു. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU മണ്ണാർക്കാട് ഏരിയ സമ്മേളനം നടത്തി. റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സഖാവ് അച്യുതാനന്ദൻ നഗറിൽ മണ്ണാർക്കാട് ഏരിയ പ്രസിഡന്റ് K. സന്തോഷ് പതാക ഉയർത്തി. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. റൂറൽ ബാങ്ക് ഹാളിൽ ചേർന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പ്രേംകുമാർ MLA നിർവഹിച്ചു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് കേരളത്തിലെ സമസ്ത മേഖലയിലും സഹായം എത്തിക്കുന്ന സഹകരണ മേഖലയെ ശക്തിപ്പെടുത്താനല്ല, മറിച്ച് സഹകരണ മേഖലയിലെ ഫണ്ടുകൾ എങ്ങനെ കോർപ്പറേറ്റുകൾക്ക് കൈമാറാമെന്നാണ് കേന്ദ്രം ചിന്തിക്കുന്നതെന്ന് MLA പറഞ്ഞു. അവിടെ ഇടപെടാൻ സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിന് കഴിയും. എന്നിട്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സഹകരണ മേഖലയെ ശക്തിപ്പെടുത്താനല്ല. മഹാരാഷ്ട്രയിലും കേരളത്തിലും, അതിൽ വിശേഷിച്ച് കേരളത്തിൽ മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലയിലേക്കും ആശ്വാസം എത്തിക്കുന്ന ഈ സഹകരണ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനല്ല, മറിച്ച് സഹകരണ മേഖലയിൽ ജനങ്ങൾ വിശ്വാസമർപ്പിച്ച് അവർ നടത്തിയ നിക്ഷേപത്തെ, ആ സംഖ്യ എങ്ങനെ കോർപ്പറേറ്റുകളുടെ കൈകളിൽ എത്തിക്കാം എന്നതിനെ സംബന്ധിച്ചാണ് രാജ്യത്തെ ഗവൺമെന്റ് ആലോചിക്കുന്നതും ചർച്ച ചെയ്യുന്നതും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതും എന്ന് നമ്മൾ കാണണം. ഇവിടെയാണ് കേരളം ഉയർത്തിപ്പിടിക്കുന്ന ബദൽ. എല്ലാ മേഖലയിലും വർഗീയമായ വിഭജനം നടത്തുമ്പോൾ ആ വർഗീയ വിഭജന നീക്കത്തോട് ഒരു നിലയിലും ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറയുക മാത്രമല്ല, മതനിരപേക്ഷത ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വർഗീയ ലഹളകളും കലാപങ്ങളും ഇല്ലാത്ത നാടാക്കി നമ്മുടെ നാടിനെ മാറ്റാനുള്ള പരിശ്രമമാണ് കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്നത്. അതിൽ വിജയിച്ച് മുന്നോട്ട് പോകുന്നത്. ഏരിയ പ്രസിഡന്റ് K. സന്തോഷ് അധ്യക്ഷത വഹിച്ചു. സുഭാഷ് ചന്ദ്രൻ അനുശോചന പ്രമേയവും വിഷ്ണു രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. P. രഞ്ജിത്ത്, S. അജയ്കുമാർ, രമേശ്, N. രാജേഷ്, അഭിലാഷ്, CPM ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി, ഹക്കീം മണ്ണാർക്കാട് എന്നിവർ പ്രസംഗിച്ചു. ഉച്ചയ്ക്ക് ശേഷം തിരഞ്ഞെടുപ്പ്, സമാപന സമ്മേളനം എന്നിവ നടന്നു. മണ്ണാർക്കാട് സേഠ് സാഹിബ് സെന്ററും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുന്തിപ്പുഴ സെന്ററിൽ വെച്ച് നടന്ന ക്യാമ്പ് നഗരസഭാ കൗൺസിലർ K. മൻസൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് സേഠ് സാഹിബ് സെന്റർ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ നിരവധി സന്നദ്ധ ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ നാടിന് മാതൃകയാണെന്നും ഇന്ത്യൻ പാർലമെന്റിൽ ചരിത്രം സൃഷ്ടിച്ച സേഠ് സാഹിബിന്റെ ക്ഷേമ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയാണ് ഇത്തരം പ്രവർത്തനങ്ങളെന്നും കൗൺസിലർ പറഞ്ഞു. മണ്ണാർക്കാട് സേഠ് സാഹിബ് സെന്റർ ചെയർമാൻ KV അമീർ അധ്യക്ഷത വഹിച്ചു. INL മണ്ഡലം പ്രസിഡന്റ് അൻവർ കൊമ്പം, ജനറൽ സെക്രട്ടറി അബ്ദുൾ റഫീഖ് കാട്ടുകുളം, CPM കുന്തിപ്പുഴ ബ്രാഞ്ച് സെക്രട്ടറി അനീസ് ഗസൻഫർ, അബ്ദു അച്ചിപ്ര, ഷിഹാബ് മൈലാമ്പാടം, റിയാസ് കൊമ്പം എന്നിവർ പ്രസംഗിച്ചു. 5 പതിറ്റാണ്ടിലധികം പത്രവിതരണം നടത്തിയ വീരമംഗലം സ്വദേശി N. ഗോപാലകൃഷ്ണൻ എന്ന പുത്തിരന്റെ വിയോഗത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ച് മലബാർ സൗഹൃദവേദി. ചെർപ്പളശ്ശേരിയിൽ നടന്ന അനുസ്മരണ യോഗം K. ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. TP ഹരിദാസൻ അധ്യക്ഷനായി. ഡോക്ടർ K. അജിത് മാരായമംഗലം മുഖ്യപ്രഭാഷണം നടത്തി.
വിജയൻ കാടാങ്കോട്, ബിജുമോൻ പന്തീരുകുലം, ജയപ്രകാശ് കാർമണ്ണ, മധു എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിലാണ് പുത്തിരൻ മരിച്ചത്. വസ്ത്ര വിതരണം എളുപ്പമുള്ള കാര്യം. അത് പിന്നെ പത്ര വിതരണം നടത്തിയ ആൾക്കാർ ഇതിൻ്റെ കാര്യം മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ പത്രപ്രവർത്തനത്തിന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം അറിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വെച്ചാൽ കുഴപ്പമില്ല. ഞങ്ങൾ രാവിലെ പത്രം ചെയ്ത് വെച്ചാൽ പ്രശ്നമാവും. എന്ന് മാത്രമല്ല, വീട്ടിലൊരു കാര്യത്തിന് പോകാൻ പറ്റില്ല, അസുഖത്തിൽ ലീവ് എടുക്കാൻ പറ്റില്ല, കല്യാണത്തിന് ലീവ് എടുക്കാൻ പറ്റില്ല. പത്ര വിതരണം എന്ന് പറഞ്ഞാൽ അത് ഒരു കമ്മിറ്റ്മെൻറ്റ് ചെയ്യാം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ കൊണ്ടോട്ടിയിൽ സന ബസ്സിന് തീപിടിച്ച സംഭവം. ദുരൂഹത ആരോപിച്ച ഉടമ അലനല്ലൂർ സ്വദേശി യൂനസ് അലി. ബസ്സിനെതിരെ പ്രമുഖ രാഷ്ട്രീയ നേതാവ് സോഷ്യൽ മീഡിയയിൽ ഭീഷണി സന്ദേശം വിട്ടിരുന്നതായി ഉടമ. പോലീസ് അന്വേഷണം നടത്തണം. പൊതുയിടങ്ങളെ ശുചിത്വപൂർണ്ണമാക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്ന് മന്ത്രി എം.പി. രാജേഷ്. വൃത്തിഹീനമായ സാഹചര്യങ്ങളെ സൃഷ്ടിക്കുന്നത് സർക്കാർ നോക്കി നിൽക്കില്ലെന്നും മന്ത്രി. ഭാരതപ്പുഴ പുനരുജ്ജീവനവും സൗന്ദര്യവൽക്കരണവും യാഥാർത്ഥ്യമാകുന്നു. പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം തിങ്കളാഴ്ച ഷൊർണൂരിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. ആദ്യഘട്ട പ്രവർത്തനം 4.8 കോടി രൂപ ചെലവ്. താഴേക്കോട് പഞ്ചായത്തിലും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് കോൺഗ്രസ്. വിവിധ വാർഡുകളിലുള്ള സ്ഥിരം താമസക്കാരുടെ വോട്ട് മറ്റു വാർഡുകളിലേക്ക് മാറ്റാനുള്ള നീക്കം CPM നടത്തുന്നതായി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ഫൈസൽ പാലോത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.